بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള ശ്രോതാക്കളെ, സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ ചർച്ചയിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം നിങ്ങളോട് പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ ബറക്കത്തും അതിൻ്റെ പോരിശകളും മഹത്വങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഉണർത്തിയത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ ഓരോ അക്ഷരങ്ങളിലും ഒളിഞ്ഞുകിടക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട തഫ്സീറുർ റാസിയിൽ, തഫ്സീറുൽ കബീറിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം, ബിസ്മിയിൽ നിന്നുള്ള ബാ മുസ്തഖും മിനൽ ബിർരി, അത് ബിറിൽ നിന്നുള്ളതാണ്. ബിറിൽ നിന്ന് പിടിക്കപ്പെട്ട ബാ ആണ് ബിസ്മിയിലുള്ള ബാ. ഫഹുവൽ ബാറു അലൽ മുഅ്മിനീന ബി അൻവാഇൽ കറാമാതി ഫിദ്ദുനിയ വൽ ആഖിറ. അതിനാൽ അല്ലാഹു തആല വൈവിധ്യമാർന്ന കറാമത്തുകൾ കൊണ്ട് ഇഹത്തിലും പരത്തിലും സത്യവിശ്വാസികൾക്ക് ഗുണം ചെയ്യുന്നതാണ്. ബിസ്മിയിലെ ബാ ബിറിൽ നിന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിവിധങ്ങളായ കറാമത്തുകൾ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു ഗുണം ചെയ്യുന്നതാണ്. വഅജല്ലു ബിർരിഹി വകറാമത്തിഹി അൻ യുക്രിമഹും യൗമൽ ഖിയാമത്തി ബിറുയതിഹി. അല്ലാഹു സുബ്ഹാനഹു തആല ജനങ്ങൾക്ക് ചെയ്യുന്ന ഗുണത്തിൽ നിന്ന്, ആദരവിൽ നിന്ന് ഏറ്റവും മഹത്വമായത് അവന്റെ തിരുദർശനം കൊണ്ടുള്ള ആദരവാണ്. ലിഖാഹുല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുക, ആ തിരുദർശനം കൊണ്ടുള്ള ആദരവാണ് ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്യുന്ന ഏറ്റവും വലിയ ആദരവ്. ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തന്നെ തന്റെ തഫ്സീറിൽ ബിസ്മില്ല എന്നതിന്റെ തഫ്സീറിൽ ഒരു സംഭവം പറയുന്നുണ്ട്, ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരാൾ തന്റെ ജൂതനായ അയൽവാസിയുടെ രോഗം സന്ദർശിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തോട് ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. ജൂതൻ തിരിച്ചു ചോദിച്ചു, എന്ത് നേടാനാണ് ഞാൻ ഇസ്ലാം സ്വീകരിക്കേണ്ടത്? അപ്പോൾ സന്ദർശകൻ പറഞ്ഞു, നരകത്തെ ഭയന്നെന്ന് പറഞ്ഞപ്പോൾ ജൂതൻ തിരിച്ചു ചോദിച്ചു, നരകത്തെ ഞാനൊരു വിലയും വെക്കുന്നില്ല. സ്വർഗം ലഭിക്കാനാണെന്ന്
സന്ദർശകൻ പറഞ്ഞപ്പോൾ ജൂതൻ രണ്ടാമതായി പ്രതികരിച്ചു, സ്വർഗം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അയാൾ ജൂതനായ മനുഷ്യനോട് ചോദിച്ചു, ഇസ്ലാം സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് താങ്കൾ ലക്ഷ്യമാക്കുന്നത്? എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുദർശനം. അപ്പോൾ സന്ദർശകൻ പറഞ്ഞു, ഈ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിന്റെ മേലിൽ താങ്കൾ ഇസ്ലാം സ്വീകരിക്കുക. അപ്പോൾ ജൂതൻ എന്നോട് പറഞ്ഞു, ജൂതൻ സന്ദർശകനോട് പറഞ്ഞു, അത് എനിക്ക് നിങ്ങൾ എഴുതി തരണം. അതനുസരിച്ച് ഞാൻ അദ്ദേഹത്തിന് എഴുതി കൊടുത്തു. സന്ദർശകൻ പറയുക, അതനുസരിച്ച് ഞാൻ അദ്ദേഹത്തിന് എഴുതി കൊടുത്തു. തുടർന്ന് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ നിമിഷം തന്നെ വഫാത്താവുകയും ചെയ്തു. ആ ജൂതനായ മനുഷ്യൻ മരിക്കുകയും ചെയ്തു. തുടർന്ന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിച്ച് അദ്ദേഹത്തെ മറവ് ചെയ്തു. തുടർന്ന് അദ്ദേഹത്തെ ഞാൻ ഉറക്കിൽ കണ്ടു. അദ്ദേഹം ഗാംഭീര്യത്തോടെ ഇരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഓ ശംഊൻ, യാ ശംഊൻ, മാദാ ഫഅല ബിക റബ്ബുക, താങ്കളുടെ രക്ഷിതാവ് താങ്കളെ കൊണ്ട് എന്തു ചെയ്തു? ഖാല, അപ്പോൾ ജൂതനായ മനുഷ്യൻ മറുപടി പറഞ്ഞു, ഓഫറ ലീ വഖാല ലീ അസ്ലംത ശൗകൻ ഇലയ്യ, എനിക്കവൻ പുറത്തു തന്നിരിക്കുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തന്നിരിക്കുന്നു. അള്ളാഹു എന്നോട് പറഞ്ഞു, എന്നെ കാണാനുള്ള അത്യാഗ്രഹം കൊണ്ടാണല്ലോ നീ മുസ്ലിമായത് എന്ന് എന്നോട് അള്ളാഹു പറഞ്ഞു എന്ന് സ്വപ്നത്തിലായി ആ ജൂതനായിരുന്ന മനുഷ്യൻ ഈ രോഗിയെ സന്ദർശിച്ച ഈ മനുഷ്യനോട് പറഞ്ഞെന്ന സംഭവം ഇമാം റാസി തങ്ങൾ തൻ്റെ തഫ്സീറിന്റെ 1-ാമത്തെ വാള്യത്തിലെ 154-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബിസ്മിയിലെ ബാ ഗുണം ചെയ്യുക എന്നതിൽ നിന്ന്, ബിറിൽ നിന്ന് പിടിക്കപ്പെട്ട ബാ ആണ്. അപ്പോൾ അള്ളാഹു സൃഷ്ടികൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്വം, ഗുണം, അത് അള്ളാഹുവിന്റെ ലിഖാ നൽകുക എന്നുള്ളതാണ് എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് ഇമാം റാസി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ ബിസ്മിയിലെ 2-ാമത്തെ അക്ഷരമായ സീൻ, ആ സീൻ എന്നുള്ളത് റാസി ഇമാം പറയുന്നത് മുസ്തഖും മിൻ ഇസ്മി സമീഅ, അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട സമീഅ എന്ന പദത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് സീൻ, ബിസ്മിയിലെ സീൻ. യസ്മഉ ദുആഅൽ ഖൽഖി മിനൽ അർശി ഇലാ മാ തഹത സറാ, അർശ് മുതൽക്ക് 7-ാം ഭൂമിയുടെ അടിവരെയുള്ള സർവ സൃഷ്ടികളുടെയും ദുആനെ അല്ലാഹു സുബ്ഹാനഹു തആല കേൾക്കും. ആ സമീഅയിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ബിസ്മിയിലെ സീൻ. അർശ് മുതൽ ഭൂമിയുടെ താഴ്ഭാഗം വരെയുള്ള തന്റെ സൃഷ്ടികളുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും. ഇമാം റാസി തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു ഒരു കപട വിശ്വാസിയുടെ കൂടെ മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് പുറപ്പെട്ടു. യാത്രയിൽ രണ്ടുപേരും വട്ടത്തിലുള്ള ഒരു ഗുഹയുടെ സമീപത്തെത്തി. അപ്പോൾ കപടവിശ്വാസിയായ മനുഷ്യൻ സെയ്ദ് ബിൻ ഹാരിസ് എന്നവരോട് പറഞ്ഞു, നമുക്ക് ഗുഹയിൽ കയറി വിശ്രമിക്കാം. തുടർന്ന് സെയ്ദ് ബിൻ ഹാരിസ് എന്നവരും കൂടെയുള്ള കപടവിശ്വാസിയും കൂടെ ആ ഗുഹയിൽ പ്രവേശിക്കുകയും
സെയ്ദ് റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു ആ ഗുഹയിൽ നിന്ന്. ഈ തക്കം നോക്കി കപട വിശ്വാസി സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകൾ ബന്ധിച്ച് അദ്ദേഹത്തെ വധിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട്, ആ കപട വിശ്വാസിയോട് ചോദിക്കുന്നു, നീ എന്തിനാണ് എന്നെ വധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കപട വിശ്വാസിയുടെ മറുപടി, നിശ്ചയം തീർച്ചയായിട്ടും മുഹമ്മദ് നിന്നെ ഭയം വെക്കുന്നു, ഞാൻ മുഹമ്മദിനോട് ദേഷ്യം വെക്കുകയും ചെയ്യുന്നു, ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ വധിക്കുന്നത്. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, റഹ്മാനായ അല്ലാഹുവേ, എന്നെ സഹായിക്കണമേ. ഈ സമയത്ത് കപടനായ മനുഷ്യൻ ഒരശരീരി ശബ്ദം കേട്ടു. നിനക്ക് നാശം, നീ അവനെ വധിക്കരുത് എന്ന ഒരു അശരീരി ശബ്ദം മുനാഫിഖായ മനുഷ്യൻ കേട്ടു. വൈഹക ലാ തഖ്തുലുഹു, നിനക്ക് നാശം, നീ ഒരിക്കലും അവനെ വധിക്കരുത് എന്ന ഒരു ശബ്ദം ഒരു അശരീരി കപടനായ മനുഷ്യൻ കേട്ടു. അതേ തുടർന്ന് കപടൻ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റും നോക്കി, പക്ഷേ ആരെയും കണ്ടില്ല. ഗുഹയിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആദ്യത്തേതിനേക്കാൾ അടുത്ത സ്ഥലത്തിൽ നിന്ന് നീ അവനെ വധിക്കരുത് എന്ന ശരീര ശബ്ദം കേട്ടു. തുടർന്ന് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റും പരതി നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. മൂന്നാം പ്രാവശ്യവും ഗുഹയിലേക്ക് തിരിച്ചു വന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ നീ അദ്ദേഹത്തെ വധിക്കരുത് എന്ന് വളരെ അടുത്ത് നിന്ന് പറയുന്നത് കപടൻ കേട്ടു, കപട വിശ്വാസി കേട്ടു. തുടർന്ന് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു പട്ടാളക്കാരനെ, ഒരു കുതിര പടയാളിയെ കപടൻ കണ്ടു. അദ്ദേഹത്തിന്റെ കൈവശം ഒരു കുന്തമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കുന്തം കൊണ്ട് അയാൾ കപടനെ അടിച്ചു കൊന്നു. തുടർന്ന് ഗുഹയിൽ പ്രവേശിച്ച് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധനം അഴിച്ചു മാറ്റി സെയ്ദ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, താങ്കൾക്ക് എന്നെ അറിയുമോ? ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. താങ്കൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ 7-ാം ആകാശത്തിലായിരുന്നു. അപ്പോൾ അല്ലാഹു തആല എന്റെ അടിമയെ രക്ഷിക്കൂ എന്ന് നിർദ്ദേശിച്ചു. 2-ാം പ്രാവശ്യം അയാൾ വധിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ 1-ാം ആകാശത്തിലായിരുന്നു. 3-ാം പ്രാവശ്യം ഞാൻ കപടന് സമീപത്തെത്തി അവനെ ഞാൻ വധിച്ചു കളയുകയും ചെയ്തു. അപ്പൊ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരാളുടെ പ്രാർത്ഥനയും ഏത് രംഗത്തുള്ള പ്രാർത്ഥനയും അർശ് മുതൽ 7-ാം ഭൂമിയുടെ അടിയിൽ നിന്ന് വരെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതാണ്. ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നതാണെന്ന് ഈ സംഭവത്തിലൂടെ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അങ്ങനെ ബിസ്മിയിലെ ബാ, ബിറിൽ നിന്നും ബിസ്മിയിലെ സീന്, അസ്സമീഉ എന്ന അസ്മാഉൽ ഹുസ്നയിലെ പദത്തിൽ നിന്നും പിടിക്കപ്പെട്ടതാണെന്ന് ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ സമർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിജ്ഞാനങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.